ബിരിയാണി നാളെ ഉണ്ടല്ലോ. ഓ ഇനി പന്റെ ഒരു ബിരിയാണിക്ക് വേണ്ടി ഞാൻ നാളെ ഉച്ച വരെ പട്ടീന്റെ മാതിരി ഇവിടെ കാത്തിക്കണം അല്ലേ? ഞങ്ങളുള്ളത് തിന്നോളി, ഇന്നത്തെ കാത്തിക്കണ്ട, പോയിക്കോളി, പോയി തിന്നോളി. ഇതെല്ലാം എന്താ മാമങ്ങളെ പോയിരിക്കും. എടാ മാമന് ചോറ് കൊടുക്കണോ? ഇനോ എന്താണ് ചോറ് തീർന്നു വരും? എന്താ അത്ര പെയ്യ ഞാനൊരാൾ ഓർഡർ അടുത്തെത്തിച്ചുള്ളൂ, കുറച്ച് സമയം പിടിക്കും. അരിക്കുള്ളൂ. എടാ അങ്ങോട്ട് കൊണ്ടുപോയടാ ചോറ്. പിന്നെ ആകെ അലമ്പായി മാമ. നിങ്ങളല്ല കാര്യഗൗരവമുള്ള ഒരാളാണ്. എന്താ പറയും കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ സഹായിക്കണം. എന്താ മോനാജി പറയും? എന്താ വെച്ചാല് ചോറ് തീർന്നോ? ഇവര് മുഴുവൻ എന്തിനു പറ്റൂ? എത്ര സമയമായി ഇവര് ചോറിന് വേണ്ടി കാത്തു കുത്തിരിക്കുന്നു. ചോറ് തീർന്ന് എല്ലാരും പൊയ്ക്കോളി, പൊയ്ക്കോളിടാ പൊയ്ക്കോളി. അയ്യ ഈ മനുഷ്യനൊക്കെ എന്തിനു ഞാൻ എത്ര നേരമായി കുത്തിരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഒരാൾക്കുള്ള ചോറുണ്ടാവുക? ഒരാൾക്കുള്ള ചോറുണ്ടാവോ? ആ ഒരാൾക്കുള്ള ചോറുണ്ടാവും. ഒന്ന് നീക്കി. എനിക്ക് നേരത്തെ ചോറിനില്ലെങ്കിൽ എന്താ മൂപ്പർക്ക് മണ്ടാ കിടക്കാനുണ്ടോ? ഇനിയോ ഞാനൊരു കാര്യം ചെയ്യാം, ചോറുള്ള വേറെ കല്യാണപ്പുര നോക്കട്ടെ കേട്ടോ. അതായിക്കോട്ടെ, സ്ഥിരം പണിയാണ് മാമ. നിങ്ങൾ ഇവിടെ നിന്ന് കഴിക്കല്ലേ, ഇത്ര ആൾക്കാർ കഴിക്കാണ്ടൊക്കെ ഒരാളായി നിങ്ങൾ തിന്നാ ഇവിടെ. ഇന്റെ പെങ്ങളെ പോലെ എനിക്ക് ചോറിന് അധികാരമില്ല. ഞാനൊന്ന് അടുക്കളയിൽ പോയി കഴിച്ചോളിന്ന്. നിങ്ങൾ നോക്കി ഇതൊക്കെ നോക്കിയെടുത്ത ഞാൻ നിങ്ങൾക്ക് കഷ്ടപ്പെടുത്തില്ലേ. ഒന്ന് അടുക്കളയിൽ പോയി എടാ സുനിയാ എല്ലാം മറ്റെന്താ ഉണ്ടോ അവിടെ? എന്ത് വെക്കുണ്ട്? ഒരു സാധനം തന്നെ. എന്ത് പണിയാണ് ചെയ്ത് വെച്ചിട്ടോ? അന്ന കിട്ടണ്ടേ? എന്ത് കവറാണ്ടെന്ന് ഏൽപ്പിച്ചേ 500 രൂപ തന്നെന്ന് കരുതിക്കറ പറ്റി. എന്താ ചെയ്ത്? അത് മാറിപ്പോയതായിരിക്കും. അത് ശരിയാണല്ലോ. ഒന്ന് എന്റെ വണ്ടി ആരാ പഞ്ചറാക്കി വെച്ചിരിക്കണ്? എന്റെ വണ്ടി പഞ്ചറാക്കി വെക്ക് എന്റെ കുറ്റാണ് മോനെ. നിന്റെ വീട്ടിലെ കല്യാണത്തിന് വരുമ്പോ നീ അല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ പറമ്പിലൊക്കെ വണ്ടി നിർത്തിയിട്ടിട്ട് അത് പഞ്ചറാക്കിന്റെ പിന്നാലെ കാരണം ഉണ്ടാവല്ലോ. അറിയണോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പഞ്ചറടിക്കുന്ന ആരെങ്കിലും ഇവിടെ? പഞ്ചറടിക്കുന്ന എന്റെ ഒരു വണ്ടിയെ ഞാൻ മേടിച്ചേരാ. കല്യാണം കഴിഞ്ഞോട്ടെ, ഞാൻ കാര്യം പിടിക്കാം. ഒരു ഏട്ടലിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒന്ന് പോയി ചെല്ലി വണ്ടി ഞാൻ മേടിച്ചരാ. അച്ഛനാണ് സത്യം. മേടിച്ചേരാ. എന്റെ അമ്മാവനല്ല 8ന്റെ പണിയുള്ള കിട്ടിയേ. ആരോ വെള്ളത്തിൽ വിമ്മ് കലക്കി കൊടുത്തേക്കില്ല. ഓടി എങ്ങോട്ടാണ്? വെള്ളം കോരാൻ അല്ല, വെള്ളമില്ല. തൊട്ടി പോയി കിണറ്റിൽ പോണുണ്ട്. അണക്കിതൊക്കെ നല്ല രസം. എനിക്ക് വലിയ രസം. ആരാതൊക്കെ ചെയ്തത്? ആരാതൊക്കെ ചെയ്തെന്നോ? എടാ ചത്തത് ഗീതകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാ. ഭീമന്റെ കളി അവിടെ വന്നിട്ട്? ഭീമന്റെ കളിയല്ല. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെള്ളത്തിൽ വിമ്മ് കലക്കി കൊടുക്കണമെങ്കിൽ അത് ആരായിരിക്കും? ആ എന്തുകൊണ്ട് അവനെ കല്യാണം വിളിക്കാഞ്ഞേ? ഓനെ കല്യാണം വിളിച്ച പെങ്ങളെ കല്യാണം നടത്താൻ കഴിയോ? ഓനെത്തൂല. ഓന് ബോംബെയിലേക്ക് എല്ലാം റെഡിയായി പോകുന്നുണ്ടെന്നൊക്കെ ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ എന്റെ പെങ്ങളെ കല്യാണം നിശ്ചയിച്ച ഡേറ്റ് കണ്ടോക്കെ. ഓൻ വരില്ലാന്ന് ഉറപ്പ. എന്തായാലും പറ്റില്ല. ഓനല്ലേ ചെയ്ത്. പിന്നെപ്പോ ആരോടോ? അന്റെ പെങ്ങളെ കല്യാണമായിട്ട് ഞാൻ ബോംബെക്ക് പോകടാ. ഈ കല്യാണം വിളിച്ചില്ല. വിളിക്കാൻ വരണ ഉൾപ്പില്ലാണ്ട് ഞാൻ വരൂ. വീട് വരെ ഞാൻ വന്നു. നിങ്ങൾ കാണായിട്ടാണ്. എനിക്കറിയാം വിളിച്ചില്ല. ഒരിക്കലും വിളിക്കാണ്ടൊന്നുമില്ല. നിങ്ങളെ സത്യം പറയാം, നിങ്ങളെ വീട് വരെ വന്നാണ്. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെയും കൂടി പെങ്ങളാണ്. ഒന്നും പേടിക്കണ്ട. ഞാനിവിടെ മൊത്തം അലമ്പാക്കും. എടാ അമ്പിളി എന്ന് പറയുന്നത് എന്റെ പെങ്ങളാണ്. ആണ് അല്ലേ? ആണ്. എന്റെ പെങ്ങള് മാത്രല്ല, ഓളെ കല്യാണം എന്തുകൊണ്ട് വിളിച്ചില്ല? നിങ്ങളെ വിളിക്കാൻ ആരും ഒന്നും പറയണ്ട. ഞാനിവിടെ അലമ്പുണ്ടാക്കുന്ന വിചാരിച്ചിട്ടുണ്ട്. അല്ല നിങ്ങൾ അലമ്പിന്റെ ഒരാളെയല്ലോ. ആകെ മെല്ലിണ്ടല്ലോ. എന്തേ ഭക്ഷണം കഴിക്കാം? ഇവിടെ സാധനം കൊടുത്തേൽപ്പിച്ചു. ഇവിടെ എന്ത് സാധനം കൊടുത്തേച്ച്? ഞാൻ ഇവിടെ ഒന്നുമില്ല. ഇവന്റെ കൈ എന്താ ഏൽപ്പിച്ചത്? കളിക്കേണ്ടത് എന്താണല്ലേ ഏൽപ്പിച്ചത്? എന്ത് കളിക്കുന്ന ചെള്ളാൻ ചില്ലാക്കൂട്ടോ. ഞാൻ പറയാ കാണിച്ചത്. ഒറ്റയ്ക്ക് അടിക്കാനുള്ള പരിപാടിയാണില്ലേ കള്ള? അല്ല ഇവരാണ് എന്റെ പെങ്ങളെ മേക്കപ്പ് ചെയ്യാൻ വന്നത്. മേക്കപ്പ് ചെയ്യാനാണ് മോനാട്ടിന്റെ മോളെ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് കുട്ടിച്ചാത്തമാരി ആക്കി കൊടുത്താ. ഇവനോ? നല്ല ചങ്ങായിയാണ് കൊണ്ടുപോകുന്നത്. വെള്ളം കല്യാണം വിളിച്ചില്ല.
എടാ അവിടെ നമുക്ക് അപ്പുറം പോരാൻ മേടിക്കാം. ആ തനിക്ക് സൗകര്യമുണ്ട്, എല്ലാ സൗകര്യം ഉണ്ട്. വല്ല വർത്താൻ പറയല്ലോ വെള്ളല കൊള്ളാമല്ല ആൾക്കാർ വെച്ചടാ ഇല്ലേ നടന്നു വരും ആൾക്കാർ കയറി വരുന്ന സ്ഥലത്ത് നിന്ന് അടിക്കല്ലേ കയറിയാ അയ്യോ ഇതിലേ വരിക ഇതിലേ വരിക. അവിടെ നിന്ന് അടിക്കും ഇവിടെ അടിക്കല്ലേ നമുക്ക് ആത്ത എല്ലാ സൗകര്യം ഒരുക്കില്ല. അവിടെ പോയി അടിക്ക്. എന്താ നിനക്ക് എന്താടാ ആദ്യമായിട്ട് കാണാനിരുന്ന് കളിക്കണേ പരിചയമുണ്ടായോ? ഗണപതിക്ക് കാക്കുണ്ട്. കാക്ക കൊണ്ടുപോകും. ആ കാക്ക കുറെ നേരം പറഞ്ഞു. എന്തൊരു കഷ്ടാണ്. എന്താ എനിക്ക് പേടിക്കണ്ട പരിപാടി മതി. എടാ ഒന്നും നിന്റെ പെങ്ങളെ മറ്റേ പാട്ടോടി ചെന്നാടെ പോലെ മറ്റേ തമിഴ് വെട്ട് തമിഴ് അതോ ഭയങ്കര കൂറ്റാണ്ട് അവന്റെ പാട്ട്. അതാണ് അതാണ് ഒന്ന് ശരിയടോ. എടാ വീണോ? ആ പൊന്നുമോ കിണറ്റ് പോയല്ലോ. എന്താണ് ഇതോ വീണതല്ല, ഇത് ചാടിയതാവേ. എന്താണ് ഇവന്റെ പെങ്ങളും ഇവനും തമ്മില് ഞാൻ പല പ്രാവശ്യം ബീച്ചിലും പാർക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മാമ ഇല്ലാത്ത പറയല്ലേ? ഞാൻ കണ്ടതാ. ആ പെണ്ണിന്റെ ജീവിതം എന്താവണ്ടെന്ന് വെച്ചാ ഞാൻ പറയാഞ്ഞത്. ഇല്ലാത്തോ ഇല്ലാത്ത പറയുന്നത് എത്രയായാലും എന്റെ അമ്മേന്റെ മോളല്ലേ ഇല്ലാത്ത പറയരുത്. അങ്ങനെ വേണ്ടത്തെ പറയരുത്. പെങ്ങളെ പറ്റി വേണ്ടത്തെ പറയരുത്. ഞാൻ പറയുള്ളതാ. ഇത് എല്ലാവരും കേട്ടോ ഉള്ള സംഭവം. ഞാൻ പല പ്രാവശ്യം കണ്ടോ അവിടുന്ന് കടപ്പുറത്തുനിന്നു. നമ്മ ഒരു കാര്യം പറയട്ടെ. എന്റെ അമ്മന്റെ ആങ്ങളാന്ന് പറയുമ്പോ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടെങ്ങളാണ്. ഇങ്ങോട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മാമൻ വരി. മാമനോടുള്ള പറയാന്ന് വെച്ചാല് അല്ല മാമനുണ്ട്. ഞാൻ പറയുന്നത് അല്ല അതായിരിക്കും മാമൻ. എന്താ അത് അതെന്താ മനസ്സിലാക്കട്ടെ മാമൻ പറഞ്ഞാല്. പിന്നില്ലേ മോനെ ബസ് ഏൽപ്പിച്ചോ? ബസ് ഏൽപ്പിച്ച് പിന്നെ ഇതോ നിങ്ങള് രാവിലെ ഞാൻ കുറച്ച് പൈസ കൊടുക്കാണ്ട് മാമ. ബാക്കിയും കൂടി കുറച്ച് ഞാൻ മേടിക്കാം. പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടേ മാമ വേറെ ആരാ ചോദിക്കാനല്ലേ അല്ലാണ്ട് മാമ ഇവിടെ ഉണ്ട് കേട്ടോ. ഓ ഈ പൊന്നുമോൻ നമുക്ക് എടുക്കണ്ടേ കിണറ്റിന്ന്? അന്റെ പണിക്കനുസരിച്ച് കിട്ടിയില്ല. എന്തോന്ന് ചെയ്യണത്? ഇന്റെ പെങ്ങളെ കല്യാണം അൻപാക്കാൻ വന്ന സ്ഥിതിക്ക് ഈ വെള്ളത്തിൽ തന്നെ കിടക്കടാ. കല്യാണം കഴിഞ്ഞിട്ട് ഈ കയറിയാ മതി. പുല്ലണ്ട ചെക്കിരിക്ക് പുല്ലണ്ട. എന്താ ഒന്നും നോക്കണ്ട. ഇവൻ ഇതിന്റെ ഉള്ളിൽ കിടക്കണം. ഇവിടെ കല്യാണം കഴിഞ്ഞ് വിളിച്ചാൽ മതി. എന്താ പറയുന്നത്? പെട്ടെന്നിറക്കി എന്താണ് ഓൻ ഇതിനകത്ത് കിടന്ന് ഒന്ന് രണ്ടൊക്കെ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് ഇവിടെ ഭക്ഷണത്തിലുള്ള വെള്ളം ഉണ്ടാവില്ല. എടുക്കാൻ നോക്കാം. കല്യാണം പിന്നെ എങ്ങനെ ഇറക്കാം? ആരെയൊന്നും വിളിച്ച് എന്താ പ്രശ്നം? ആരെ കെട്ടിലുണ്ട്? കല്ലായി സക്കറിയാ. കല്ലായി സക്കറിയാ കെട്ടിലൂടെ പോയി കാണണല്ലോ. അതെ കിടക്കണം. ഇവനെ ഞാൻ പുറത്തെടുക്കണല്ലേ? എന്റെ പട്ടി തരും. എടോ ഞാൻ തെങ്ങുമ്മ കയറുന്ന മുള കട്ട് വിൽക്കല ഈ പന്നിന്റെ പണി. അങ്ങനെ കട്ട് വിറ്റുള്ള മുളകളായി കല്യാണ പന്തൽ എന്നെ കാണുന്നത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും. ഇത് എടുക്കലേ എന്റെ പട്ടി വരും. എന്റെ പട്ടി വരും. അല്ല ഇങ്ങനെ എടുക്കണ്ടോ കാര്യം ചെയ്യും. ചേരി കത്തിച്ച് കെട്ടിടം കിട്ടും. ഞാനെന്താ പുറത്ത് പുറത്ത് പുറത്തു അവന്റെ തുരപ്പനോ? ഇവൻ എങ്ങനെയാണ് എടുക്കേണ്ട? എന്താ കുളത്ത് പിന്നെ എനിക്കെന്താ വിജയം എന്താ വിചാരിച്ചത്? എനിക്ക് പ്രശ്നമില്ലടാ. ഞാൻ ഇവിടെ കിടന്നുകൊണ്ടാക്കി തരാം. ഒരു തീരുമാനം എടുക്കണ്ട. എന്റെ പെങ്ങളെ എന്റെ പെങ്ങളെ കല്യാണത്തിനുള്ള വെള്ളം ഞാൻ മാനാഞ്ചറിന് ടാങ്കറിൽ കൊണ്ടുവന്നാളാ. ഇവൻ അവിടെ കിടക്കട്ടെ. ആ പൈസ ഞാൻ കഴിച്ചോളാം. അവിടെ കിടക്കട്ടെ. എന്ത് ചെയ്യാനാണ്? ഇന്റെ പെങ്ങളെ കല്യാണം അന്തസ്സായി നടത്തിയിട്ട് അതിന് ശേഷമാണ് ഞങ്ങൾ തീരുമാനിക്കാൻ. എടുക്കണോ എടുക്കണ്ടേന്ന് മനസ്സിലായോ? പോയടാ ഇവിടുന്ന്. എടാ എന്റെ മോളേന്റെ മക്കളെ ശാപം എനിക്ക് എന്തുണ്ടാകണ പന്നി. മോളേന്റെ മക്കളോ? മോളെ മക്കളടോ.
അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ ഉച്ചയ്ക്ക് എന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞ് ഓൾ ഇവിടെ നിന്ന് ഇറങ്ങി പോണ വരെ ഇവൻ ഇവിടെ കിടക്കട്ടെ. അതൊക്കെ അവിടെ വാ 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 കഴിഞ്ഞ ബല എങ്ങനെ പെങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ വരുന്നുണ്ടോ മാമ ഒരു കൈവച്ചി മാമാ പിടിച്ചോ. എന്താടാ എന്റെ പെങ്ങളെ കല്യാണം എന്താക്കുന്നുണ്ട പറഞ്ഞ അൽബാക്കോ എന്താക്കട ഇയാൾക്ക് എന്താ മനസ്സിലാക്കി? എന്റെ പെങ്ങളെ കല്യാണം അന്തസ്സായി നടത്തിയില്ലേ? അനക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റി? ചെയ്യാൻ പറ്റില്ല എനിക്കിപ്പോ എന്താടാ ചെക്കൻ കഷ്ടപ്പെട്ടിട്ട് കല്യാണം സംശയം കേട്ടോ. പെങ്ങളിറങ്ങിയില്ലേ? ഈ ജ്വല്ലറി പൈസ കൊടുത്തിനോ? ജ്വല്ലറി പൈസ പാർട്ടി കഴിഞ്ഞാൽ കൊടുക്കാൻ പറഞ്ഞല്ലേ? ഒരു കാര്യം, പെണ്ണിറങ്ങി പോയതിന്റെ പിറകെ ജ്വല്ലറിന്ന് ആൾക്കാർ വരാന്ന് പറഞ്ഞാൽ വലിയ എനക്കേടാട്ടോ. ഞാൻ കവറണ്ടി കഴിഞ്ഞ അപ്പൊ തന്നെ കൊടുക്കാം. ജ്വല്ലറി താൾ വന്ന് കാത്തിക്കുന്നോ? സംസാരിച്ചോളാം. എങ്ങനെയൊക്കെ പറഞ്ഞു ചാക്ക്. നമസ്കാരം. ഞാൻ അങ്ങോട്ട് വരാനിരിക്കേനി. അല്ല, ഞാൻ ചെറിയൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം. ഞാൻ വളരെ സന്തോഷമുള്ള ഒരു വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താണ്? നിങ്ങളെ പെങ്ങൾക്ക് ആവശ്യമായ സ്വർണ്ണം എന്റെ ജ്വല്ലറിന്നാണല്ലോ എടുത്തത്. ഞങ്ങളുടെ കൂപ്പൺ നറുക്കെടുപ്പില് നിങ്ങളാണ് ഫസ്റ്റ് പ്രൈസ് വിന്നർ ആയിരിക്കുന്നത്. ആണോ? സിംഗപ്പൂരിലേക്ക് ഒരു യാത്ര ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ പൈസ മുഴുവൻ തരാണ്ടപ്പോ യാത്ര പറ്റില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് പൈസ തരാം. പെണ്ണിന്റെ മൂത്ത ജ്യേഷ്ഠൻ തന്നല്ലോ പൈസ. മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോ ഞാനാണ്. നിങ്ങളാ? അപ്പൊ ഞാൻ തന്നെയാണ്. അത് ശരി, മൂത്ത ജ്യേഷ്ഠൻ ഇല്ല. ഒരു പേര് പറഞ്ഞല്ലോ, സെക്കരിയ. ഇയാള് ഇയാളാണല്ലോ തന്നെ. പൈസ എടുത്ത് കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? അമ്പിളി പറഞ്ഞ ആരാണ്ടാ അമ്പിളി? അന്റെ പെങ്ങളേറെ ഇന്ത്യ കൂടെ പെങ്ങളാണ്ടാ. ഓള് സ്വർണ്ണം ഇല്ലാണ്ട് ഇവിടെ ഇറങ്ങി പോണ്ടേ? ഞാൻ കൊടുക്കണ ചക്കറിയ അലമ്പാട്. ചക്കറിയ ഏത് കല്യാണപ്പുരം പോയാലും അലമ്പ് കളിക്കൂ. വിചാരിച്ചിന്റെ കല്യാണം വിളിച്ചില്ല. ലക്ഷ്മണ്ട് ആ പൈസ എവിടുന്ന് കൊടുത്തടാ? അതൊക്കെ പോടാ. നമ്മള് കോഴിക്കോട്ടുകാർക്ക് ഒരു ചൊല്ലില്ലടാ, പൈസ പോടാ പവർ വെച്ചേ. പെങ്ങളെ കല്യാണത്തിലേക്ക് കൂടാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ എപ്പോഴാണ് ഈ കടക്കെ വീട്ടുക? അതൊക്കെ പോടാ, കടക്കെ വിട്. അപ്പൊ എന്തായാലും ഇവിടെ അമ്പിളിമോളെ കല്യാണം നമ്മൾ ഉഷാറാക്കി അടിച്ചു പൊളിച്ച്. ഇനി ചക്കറി അവിടെ കുറച്ച് അലമ്പുണ്ടാക്കും. കൂടിയടാ എല്ലാരും, കൂടിക്കോളെ. അസുര ഇതൊരു നല്ല ഹിന്ദി പാട്ടാട്. ഞാൻ പാടൂല. എന്നോട് പെണ്ണിന്റെ ആണല്ലോ, പെണ്ണിന്റെ ആങ്ങളാണോ പറഞ്ഞത്? ഒരു അടിപൊളി പാട്ട് പറഞ്ഞ പാടിക്ക് നമ്മളെ ഹിന്ദി അടിച്ചു.